നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ വരുന്ന വിമർശനങ്ങൾക്ക് കൈയും കണക്കുമില്ല. പദ്ധതിയുടെ കമ്മീഷനെക്കുറിച്ച് തീരുമാനിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് പാർട്ടികൾ തമ്മിലുള്ള തല്ല്. എന്തായാലും തമ്മിൽ തല്ല് കൂടി കാര്യമൊക്കെ ഭംഗിയായി നടന്നു. പക്ഷേ ഏത് പരിപാടി ഭംഗിയാക്കുന്നതിനും ചിലർക്ക് പിടിക്കില്ല. കാരണം പാലിൽ ഒരു തുള്ളി നാരങ്ങ നീര് മതി പിരിയാൻ. എന്തായാലും ഇന്നത്തെ കമ്മീഷൻ ചടങ്ങ് ഒരു അല്പത്തരം കാണിച്ചായിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. അമ്മായിയച്ഛന് സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. എന്തായാലും റിയാസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: വിളമ്പുന്നവന് നാണമില്ലെങ്കിൽ കഴിക്കുന്നവന് നാണം വേണമെന്നും. സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെ താഴെ ഇരിക്കുമ്പോഴാണ് BJP അധ്യക്ഷൻ നേരത്തെ തന്നെ വേദിയിൽ കയറി ഇരിക്കുന്നതെന്നാണ് റിയാസിന്റെ പോസ്റ്റ്. അതെ, രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതാണ് റിയാസിന്റെ ചൊറിച്ചിലിന് കാരണം. വിളമ്പുന്നവന് നാണമില്ലെങ്കിൽ കഴിക്കുന്നവന് നാണം വേണമെന്ന് പറയുമ്പോൾ വിളമ്പുന്നവൻ അല്പത്തരം കാണിക്കാമോ എന്നുകൂടെ ചോദിച്ചൂടെ? ഒന്നുകിൽ കണ്ടു നിറയണം, അല്ലെങ്കിൽ ഉണ്ടു നിറയണം. ഇത് ഏത് ഗണത്തിൽ പെടുത്താനാകും റിയാസിനെ? ഈ സമയത്ത് റിയാസ് മറന്നുപോയൊരു കാര്യമുണ്ട്. അതും മനഃപൂർവ്വം മറന്നുപോയതും ആകാം. പിണറായിയുടെ കുടുംബ ടൂർ. എന്തേ മന്ത്രി റിയാസ് അങ്ങ് മറന്നുപോയോ? പിണറായി വിഴിഞ്ഞത്തിന്റെ സുരക്ഷ വിലയിരുത്താൻ എത്തിയത് കുടുംബസമേതമാണ്. ഭാര്യയും മകളെയും കൊച്ചുമകനെയൊക്കെ കൂട്ടിയാണ് സുരക്ഷ വിലയിരുത്താൻ എത്തിയത്. അങ്ങനെയാണോ പ്രധാനമന്ത്രി എത്തുന്ന സ്ഥലത്ത് സുരക്ഷ വിലയിരുത്താൻ വരുന്നേണ്ടത്? ഔദ്യോഗിക സന്ദർശനത്തിന് പോകുമ്പോൾ കുടുംബത്തിനെ കൂടെ കൂട്ടണോ? വിലയിരുത്തൽ ഔദ്യോഗിക യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും ആ യോഗത്തിൽ മുൻനിരയിലിരുന്നു. യോഗത്തിൽ മുൻനിരയിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥരാകട്ടെ പിൻനിരയിലുമാണ് ഇരുന്നത്. യോഗത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ജേക്കബ് തോമസ് ചോദിച്ചത് ആ മുൻനിരയിലിരിക്കുന്ന യുവ അധികാരി ആര് എന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ചോദ്യവും. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്കോ റിയാസിനോ ഏശില്ല എന്നതാണ് സത്യം. എന്തായാലും ഇത്രത്തോളം അല്പത്തരമില്ല RCക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത ലിസ്റ്റിൽ പേരുള്ളവരാണ് സദസ്സിൽ ഇടം നേടിയത്. ആ ലിസ്റ്റിൽ പേരുള്ളത് കൊണ്ടാണ് RC വേദിയിൽ ഇടം നേടിയതും. അത് കണ്ടിട്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല റിയാസ് മന്ത്രി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.